നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ലാഭമുണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണല്ലോ. എന്നാൽ പലപ്പോഴും നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അമിത ലാഭവും നഷ്ടവും ഉണ്ടാകാതെ ഒരു നിശ്ചിത വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു ടൂളാണ് റോബോ ഓർഡർ. അപ്പോൾ എന്താണ് റോബോ ഓർഡർ, എങ്ങനെ ഒരു റോബോ ഓർഡർ സെറ്റ് ചെയ്യാം, റോബോ ഓർഡറിലൂടെ എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം, റോബോ ഓർഡറിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് കാണാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വാച്ച് ലിസ്റ്റിൽ ഞാനിവിടെ കുറേയധികം സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിനാണ് റോബോ ഓർഡറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതായത് സി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഞാനിവിടെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, റോബോ ഓർഡർ ഇടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം. അപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അഡ്വാൻസ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ റോബോ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിവിടെ റോബോ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എത്രയെന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. 276 രൂപ 0.5 പൈസ. അപ്പോൾ മാർക്കറ്റിൽ സമയത്ത് ഇത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം അത് നമ്മളവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ എന്നൊരു ഓപ്ഷൻ ഇല്ല, വെറും ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ അതായത് നമുക്ക് ഈ 276 രൂപയ്ക്ക് തന്നെ വാങ്ങണമെങ്കിൽ ഇവിടെ നമുക്കവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാകും. അല്ല എങ്കിൽ നമുക്കിഷ്ടമുള്ള പ്രൈസിന് വാങ്ങാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കിഷ്ടമുള്ള പ്രൈസ് അവിടെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ 275 രൂപയ്ക്കാണ് ഈ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 276 രൂപയാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വില. 275 രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതിന് ടാർഗറ്റ് ഇടുന്നത്, അതായത് ഇന്ന് ഈ സ്റ്റോക്ക് 280 രൂപയാകും എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. അതായത് എനിക്ക് എൻ്റെ ടാർഗറ്റ് 280 രൂപയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, കട്ടാവും. അതായത് 275 രൂപ എപ്പോഴാവോ ബൈ കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ വാങ്ങുകയും 280 രൂപയാവുമ്പോഴേക്കും ഉയരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ സെല്ല് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും. ഇതാണ് റോബോട്ടിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതിൻ്റെ കൂടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഇനി നമ്മൾ വിചാരിച്ചത് 275 നിന്ന് എങ്ങോട്ട് പോകും, 280 പോകും. പക്ഷേ സംഭവം എന്ത് ചെയ്തു, 275 നിന്ന് 270 പോയത്. അതായത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ ആയിരുന്നു. മാർക്കറ്റിൽ നിന്നും വില കൂടാതെ കുറഞ്ഞു. അപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ ഇനിയും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസും ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റോക്ക് 270 നമ്മൾ ബൈ കൊടുത്തിട്ട് കഴിഞ്ഞാൽ 270 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഓർഡറാണ് നമ്മൾ കൊടുത്തത്, 3 ഓർഡറാണ് നമ്മൾ കൊടുത്തത്. അതായത് നമ്മളിവിടെ നമുക്കിഷ്ടമുള്ളൊരു പ്രൈസിന് ലിമിറ്റ് ഓർഡറിൽ നമ്മൾ സെലക്ട് ചെയ്തു. ബൈ എന്ന് പറയുന്ന ഒരു ഓർഡർ ഫസ്റ്റ് കൊടുത്തു. ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഓർഡറാണ്. മൂന്നാമത്തെ ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. അതായത് വില കൂടുകയാണെങ്കിൽ 5 രൂപ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും. അപ്പോൾ രണ്ടാമത്തെ ഓർഡറായി. ഇനി വില കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും, അതായത് സെല്ലാവും. അപ്പോൾ നമ്മൾ ഒരു ബൈ ഓർഡറും 2 സെൽ ഓർഡറും പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കൊടുത്ത ഓർഡർ അതായത് 275 രൂപയ്ക്ക് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ഓർഡർ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഇതേ ഓർഡറിലായിരിക്കും ഫസ്റ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വില കൂടുകയാണെങ്കിൽ 280 ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് എക്സിറ്റ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവുകയും നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 270 എന്ത് ചെയ്യും, സ്വാഭാവികമായും എക്സിറ്റ് ആവും. അപ്പോൾ നമുക്ക് നഷ്ടം കുറയ്ക്കാനും സാധിക്കും. ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടെ കാണാം, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വരും, ഇവിടെ LTP ജമ്പ് പ്രൈസ് എന്ന്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു 2 രൂപ അല്ലെങ്കിൽ നമുക്കിവിടെ ഇവിടെ 1 രൂപയോ 2 രൂപയോ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 2 രൂപ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ
ഈ സ്റ്റോക്കിൻ്റെ വില 275, അതായത് നമ്മൾ വാങ്ങുന്നത് 275 രൂപയ്ക്കാണല്ലോ. ഇത് 277 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റോപ്പ് ലോസ് എന്താവും? 270 നിന്നും 272 ആവും. 2 രൂപ ഇവിടെ കൂടും. നമ്മളിവിടെ 2 അല്ലേ കൊടുത്തത്, ഇവിടെ 5 രൂപ കൊടുത്താൽ 5 രൂപ കൂടും. അതായത് മുകളിൽ കൂടുന്നതനുസരിച്ച് ഇവിടെ സ്റ്റോപ്പ് ലോസ്, അതായത് നമുക്ക് പ്രോഫിറ്റ് മുകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. പെട്ടെന്ന് സ്റ്റോക്ക് താഴെ വന്നാൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയും ചെയ്യും, എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതും നല്ലൊരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും നല്ലൊരു കാര്യമാണ്. ഇല്ല എങ്കിലും പ്രശ്നമില്ല. അതൊരു പ്രത്യേക ഓർഡറൊന്നുമല്ല, സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ കൂടെ പോകുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെൻഡിങ് ഓർഡറിലായിരിക്കും വരുന്നത്. കാരണം എന്താ? നമ്മൾ മാർക്കറ്റ് പ്രൈസിലല്ല സ്റ്റോക്ക് വാങ്ങിയത്, അല്ലാതെ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഓർഡർ എന്ത് ചെയ്യും? നമ്മൾ 275 കൊടുത്തത്. ഇപ്പോഴുള്ള വില നമുക്ക് നല്ലവണ്ണം അറിയാം, 275 ഇതിലൊന്ന് കുറഞ്ഞ് 275 ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ നമുക്കിവിടെ പൊസിഷനിൽ വരുന്നതാണ്. അപ്പോൾ വരികയും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വർക്ക് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ടാർഗറ്റിലാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ ഓർഡർ ആവുകയും നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനി താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വരികയും അവിടെ എന്ത് ചെയ്യും? നമുക്കിത് അവിടെയും എക്സിറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്കിത് വേണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിനെ മോഡിഫൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റോബോ ഓർഡറിൽ നമുക്ക് ഈ നോർമൽ ഓർഡറിൽ ഇതിനെ നമുക്ക് ഇവിടെ കാണാം, പ്രോഡക്റ്റ് റോബോ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിനി ഇതിന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ പ്രോഡക്റ്റ് ഇവിടെ റോബോ ഓർഡർ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമില്ല, നമുക്ക് ടാർഗറ്റിൽ എത്തിയെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷനും നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ഓർഡർ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ റോബോ ഓർഡർ ചെയ്യുന്നത്. ഇനി റോബോ ഓർഡറിൻ്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും കൂടെ ഞാനിവിടെ പറഞ്ഞുതരാം. നമ്മളിവിടെ അഡ്വാൻസ് ട്രേഡ് എടുത്തു, റോബോ ഓർഡർ എടുത്തു. റോബോ ഓർഡറിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക്, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പൈസ നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് മതി, ഒരു 2 രൂപ 3 രൂപ മതി എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ താഴോട്ട് പോയാൽ നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റോബോ ഓർഡർ കൊണ്ട് വളരെ ബെനിഫിറ്റാണ്. നമുക്ക് മാർക്കറ്റിൽ നമ്മൾ സ്ഥിരമായി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഓർഡർ കൊണ്ട് ഗുണങ്ങൾ മാത്രമാണ് കൂടുതലുള്ളത്. ഇനി ഇതൊരു ദോഷം എന്ന് പറയാൻ പറ്റുമെങ്കിൽ, നമ്മൾ ഒരേ സമയം 3 ഓർഡർ ആണല്ലോ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, ടാർഗറ്റ്, അതായത് നമുക്കൊരു വില കൂടുമ്പോൾ നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ട് അവിടെ വിൽക്കുകയാണ്, അതൊരു ഓർഡർ. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ, പിന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു 3 ഓർഡർ. അപ്പോൾ ഇതിലേത് ഹിറ്റായാലും നമ്മൾ 3 ഓർഡറാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ബ്രോക്കർ വഴി അയക്കുന്നത്. അപ്പോൾ 3 ഓർഡർ നമ്മൾ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3 ഓർഡറിൻ്റെയും വിലയും നമ്മുടെ ചാർജസുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലൊരു ദോഷവശം നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡർ ആകുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചാർജസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിരുന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്തും നമുക്ക് ഈ സ്റ്റോക്ക് ഉയരും അല്ലെങ്കിൽ കുറയും എന്ന് പറഞ്ഞ് നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റോബോ ഓർഡർ സെറ്റ് ചെയ്ത് വളരെയധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്താണെന്ന് നിങ്ങൾക്ക് റോബോ ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ല, റോബോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും അത് സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. റോബോ ഓർഡർ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇന്നൊരു പ്രത്യേകത, റോബോ ഓർഡർ എപ്പോഴും ഇൻട്രാഡേ ട്രേഡിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി റോബോ ഓർഡർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്കും എല്ലാം റോബോ ഓർഡർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ റോബോ ഓർഡറിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ
നമ്മൾ അതിൻ്റെ ചാർട്ട് നോക്കിയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ. നമുക്ക് അല്ലാതെ നമ്മളൊരു ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ആവുകയും നഷ്ടം വരാനും ഒക്കെ ഉള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം റോബോ ഓർഡറൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.